സിറിയയിൽ നിന്ന് US സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങി അവസാന സൈനിക താവളവും കൈമാറിയതോടെ ഏകദേശം 1 വർഷമായിട്ട് തുടരുന്ന അവരുടെ സാന്നിധ്യത്തിന് ഇതോടെ അന്ത്യം കുറിച്ചു. ISനെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് US ദൗത്യം ആരംഭിച്ചത്. പിന്നീട് ഇത് വ്യാപകമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഇടപെടലായിട്ട് മാറി. ഈ ഒരു കാലയളവിൽ US സൈന്യം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനൊപ്പം പ്രവർത്തിക്കുകയും തടങ്കൽ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുകയും സിറിയൻ സർക്കാരിനും ഇറാൻ പിന്തുണയ്ക്കുമുള്ള ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു സമുദ്രതാവസ്ഥ നിലനിർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പിൻവാങ്ങൽ നടപടികൾ ജാഗ്രതയോടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇറാൻ അനുകൂല മിലിഷ്യകളുടെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് US അവരുടെ സൈനിക ഉപകരണങ്ങൾ സുരക്ഷിതമായിട്ട് മാറ്റിയിരിക്കുകയാണ്. വളരെ ഭയത്തോടെയാണ് ഇപ്പോൾ US ഉള്ളത്. എന്തായാലും അമേരിക്ക സൈന്യം പിന്മാറിയതോടെ 3 താവളങ്ങളുടെ നിയന്ത്രണം സിറിയൻ സേന ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അത്രയേറെ ഭയത്തോടെ അമേരിക്ക ഇന്ന് കടന്നിരിക്കുന്നു. എന്തായാലും അഹമ്മദ് അൽ ഷഹറയുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് ഈ ഒരു നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായിട്ടുണ്ടായ വെടിനിർത്തൽ കരാറും സംയോജന നീക്കങ്ങളും ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്തായാലും സിറിയയിലെ സുരക്ഷാ സാഹചര്യങ്ങൾക്കും പ്രാദേശിക ശക്തി സമവാക്യങ്ങൾക്കും ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്തുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു പിൻവാങ്ങൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല വലിയ ആശങ്കയിലാണ് ഇപ്പോൾ US ഉള്ളത്. എന്തായാലും പിൻവലിക്കൽ നടപടികൾ കർശനമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളോടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇറാൻ അനുകൂല മിലിഷ്യകൾ ആക്രമണം നടത്താനിടയുള്ള സാഹചര്യം കണക്കിലെടുത്ത് US സൈനിക ഉപകരണങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഘട്ടം ഘട്ടമായിട്ട് മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്രത്തോളം ഇറാനെ ഭയക്കുന്നുണ്ട് എന്നുള്ളത്. മറു സൈഡിന് ഇറാൻ ഞങ്ങളുടെ അടുക്ക എല്ലാം സമ്മതിച്ചു എന്നുള്ള പൊള്ളയായിട്ടുള്ള പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് നടത്തുമ്പോഴും ഈ മറുവശത്ത് സിറിയയിൽ നിന്ന് അവരുടെ ആയുധങ്ങളും അവരുടെ ഇതുപോലത്തുള്ള സാങ്കേതിക ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഘട്ടം ഘട്ടമായിട്ട് മാറ്റുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി ഈ ഒരു ആക്രമണം തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകും. ആ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അവിടെ ഘട്ടം ഘട്ടമായിട്ട് സാധനങ്ങൾ മാറ്റി ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കരയിലേക്കുള്ള സുരക്ഷിത നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകിയത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിൻവാങ്ങലിന് പിന്നാലെ മുൻ US സൈനിക താവളങ്ങളുടെ നിയന്ത്രണം സിറിയൻ സേന ഏറ്റെടുക്കുകയാണ്. ഇത് സിറിയയുടെ ഒരു വിജയവും കൂടിയാണ്. അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സേനയാണ് ഈ ഒരു മേഖലകളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്നത്. ഇനി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായിട്ടുണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാറും സംയോജന ശ്രമങ്ങളും ഈ മാറ്റത്തിന് വഴിയൊരുക്കിയതായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും വിദഗ്ധർ പറയുന്നതനുസരിച്ച് US പിന്മാറ്റം സിറിയയിലെ ഭാവി സുരക്ഷാ സാഹചര്യങ്ങളാൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. IS വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിക്കൽ, കൂടാതെ സിറിയൻ സർക്കാരിന്റെ നിയന്ത്രണ വ്യാപനം എന്നിവയാണ് പ്രധാന ഇപ്പോൾ USന്റെ ആശങ്കകൾ എന്ന് പറയുന്നത്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ ഭാവി നിലപാട് മേഖലയിലെ സ്ഥിരതയും അന്താരാഷ്ട്ര ശ്രദ്ധയിൽ തുടരുന്ന വിഷയങ്ങളായിരിക്കും. എന്തായാലും ഈ സിറിയയിൽ നിന്നുള്ള US സൈനിക പിൻവലിക്കൽ പൂർത്തിയായതിന് പിന്നാലെ സിറിയൻ സർക്കാരിന്റെ പ്രതികരണവും പുറത്തു വന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിനായിട്ടുള്ള വിജയം എന്നാണ് സിറിയ ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല സിറിയൻ അധികാരികൾ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്: വിദേശ സൈനിക സാന്നിധ്യം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലായിരുന്നുവെന്നും US പിൻവാങ്ങൽ സിറിയയുടെ ഭൗമ അധികാരവും സ്വയം ഭരണവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർണായക ഘട്ടമാണ് എന്നും അവർ പറഞ്ഞു. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ US സൈന്യം പിന്മാറിയ പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ സിറിയൻ സേന സജ്ജമായതായിട്ട് സർക്കാർ അറിയിക്കുകയും ചെയ്തു. അവിടെ വലിയ ഒരു വിജയം കൈവരിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സേനയാണ് ഈ മേഖലകളിൽ വിന്യസിക്കപ്പെടുന്നത്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായിട്ടുണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാറും സംയോജന നീക്കങ്ങളും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കാൻ സഹായകരമാകുമെന്ന് സിറിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും US പിന്മാറ്റം പുതിയൊരു സുരക്ഷാ വെല്ലുവിളികൾക്ക് വഴിവെക്കാമെന്നുള്ള ആശങ്കകളും ഉയരുന്നുണ്ട്. IS ഭീഷണിയുടെ പുനർജീവനം, ഇറാൻ പിന്തുണയുള്ള ആയുധ സംഘങ്ങളുടെ സ്വാധീനം വർദ്ധിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്തായാലും സിറിയയിലെ ഈ പുതിയ മാറ്റങ്ങൾ മേഖലയിലെ രാഷ്ട്രീയവും സുരക്ഷാ സമവാക്യങ്ങളും നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. സിറിയയിൽ നിന്നുള്ള US സൈനിക പിൻവലിക്കൽ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇസ്രയേലിന്റെ സാധ്യതാ പങ്കിനെ കുറിച്ചും ചർച്ചകൾ ശക്തമാകുന്നുണ്ട്. എന്തായാലും പിൻവാങ്ങലിന് ഇസ്രയേലിന് പങ്കില്ല എങ്കിലും പ്രദേശത്തെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ഇസ്രയേൽ നിർണായക സ്വാധീനം പുലർത്തുന്ന രാജ്യമാണ്. എന്തായാലും പ്രധാനമായിട്ടും ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകളുടെ സാന്നിധ്യം ഇസ്രയേലിന്റെ പ്രധാന ആശങ്കയാണ്. സിറിയയിൽ ഇറാൻ സ്വാധീനം വർദ്ധിക്കുന്നതിനെ തടയുന്നതിനായിട്ട് ഇസ്രയേൽ നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും US സൈന്യം പിന്മാറിയ സാഹചര്യത്തിൽ ഈ ഒരു ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്.
നോക്കേണ്ടത്. US സാന്നിധ്യം മുമ്പ് ഒരു തരത്തിലുള്ള തടയണ ആയി പ്രവർത്തിച്ചിരുന്നു എന്ന വിലയിരുത്തലുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ശൂന്യത ഇറാൻ അനുകൂല ശക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കും. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ സിറിയൻ സർക്കാരും അതിന്റെ കൂട്ടാളികളും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അതിന്റെ പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. അതിർത്തി മേഖലകളിൽ കൂടുതൽ ജാഗ്രതയും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളും ഇസ്രായേൽ വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും സിറിയയിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ US ഇറാൻ ഇസ്രായേൽ ബന്ധങ്ങളിലും പുതിയ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കാമെന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നടത്തുന്നത്. ഇതിനിടയിൽ ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ കരാർ റദ്ദാക്കി ഇറ്റലി രംഗത്തെത്തിയത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇറ്റലി ഇസ്രായേലുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമല്ല, പല ഘടകങ്ങൾ ചേർന്നതാണ്. അതുപോലെ തന്നെ ഗസയും പലസ്തീനയും ഈ സിറിയയും ഈ പറയുന്ന ഇറാനെ എല്ലാം അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രതികരിച്ചുകൊണ്ട് വരുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഇപ്പോൾ ഇറ്റലിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മനുഷ്യാവകാശ ആശങ്കകളാണ് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത്. ഗസയിലോ മറ്റു പ്രദേശങ്ങളിലോ നടത്തുന്ന സൈനിക നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇറ്റലി ഇതിനോട് അകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾ സഹകരണം പുനഃപരിശോധിക്കുന്നത് സാധാരണമാണ്. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല. ഇനി ആഭ്യന്തര ജനാഭിപ്രായം ഇറ്റലിക്കുള്ളിൽ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തിയിരിക്കാം. ഈ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ശക്തമായാൽ സർക്കാർ നിലപാട് മാറ്റാൻ നിർബന്ധിതമാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇറ്റലി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ഇസ്രായേലിന്റെ എല്ലാ കരാറുകളിൽ നിന്ന് പിന്മാറുക എന്ന ഒരു കാര്യമാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. കാരണം ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾക്ക് മുന്നിലൂടെ ഈ ഇറ്റലി എത്തുമ്പോൾ ഇനിയും രാജ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല, ഈ ബ്രിട്ടനും ഫ്രാൻസും ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും വലിയൊരു പിന്തുണ ഇപ്പോൾ ഇറാന് ലഭിക്കുന്നുണ്ട്. ഇറാന് ലഭിച്ചുകൊണ്ട് ഈ ഒരു പിന്തുണ വരുമ്പോൾ അത് ഓരോരോ രാജ്യങ്ങളായിട്ട് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ലോക പോലീസ് ചമയുന്ന ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയാകും. ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം ഒരു രാജ്യങ്ങളും ഇല്ലാതെയാവും. ഈ പറയുന്ന ഇസ്രയേൽ ഒറ്റപ്പെടും, അമേരിക്ക ഒറ്റപ്പെടും. ബ്രിട്ടനും ഫ്രാൻസും ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം ഇല്ല, തങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോഴും അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു കാരണവശാലും, അതായത് ഈ പറയുന്ന ഈ പറയുന്ന ഇറാനെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഇറാനൊപ്പം ചേർന്നുകൊണ്ടൊരു വലിയ മുന്നറിയിപ്പൊന്നും നൽകി ഈ പറയുന്ന ബ്രിട്ടനോ ഫ്രാൻസോ ഒന്നും വന്നിട്ടില്ല. എങ്കിൽ തന്നെയും ഈ യുദ്ധത്തിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് ഇറ്റലിയാണ്. കാരണം ഇസ്രയേലുമായിട്ടുള്ള എല്ലാ കരാറുകളും അത് പിൻവാങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറ്റലി തന്റെ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത് ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ നേരത്തെ ചൈനയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറ്റലി ഈ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു തീരുമാനത്തെ അനുകൂലിച്ച് ഇനി വരും ദിവസങ്ങളിൽ ഓരോ രാജ്യങ്ങൾ വരുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇറ്റലിയുടെ ചങ്കൂറ്റമാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ലെബനൻ ആക്രമണം നടക്കുന്നത് മുതൽ തന്നെ ഇറ്റലി ആവർത്തിച്ച് പറഞ്ഞതാണ് ഇത്രയും മനുഷ്യഹത്യ സംഭവങ്ങളൊന്നും ചെയ്യരുത്, ആക്രമണങ്ങളൊന്നും ചെയ്യരുത്, ഒരു സമാധാനം കൊണ്ടുവരണം. പക്ഷെ ഇവര് നീചമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തികൾക്കെതിരെ ഇറ്റലി പണ്ടേ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലൊന്നും ചെവി കൊടുക്കാതെ അവരെ പുല്ലുവില കൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെയാണ് തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇറ്റലി രംഗത്തെത്തിയത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും ട്രംപ് ഇറ്റലി പ്രസിഡന്റ് മെലോണിയെ പരിഹസിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട്. എങ്കിലും കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിനുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഏകദേശം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പാശ്ചാത്യ ചേരിയുടെ അടുപ്പം കൂട്ടാൻ ഓരോരോ രാജ്യവും അതിൽ നിന്ന് പിന്മാറി രംഗത്തെത്തുമ്പോൾ വലിയ തിരിച്ചടി ഇപ്പോൾ ഈ ഇസ്രായേലിനുണ്ടാകും. എന്തായാലും ഇസ്രായേൽ അമേരിക്കയും അവസാനം ഒറ്റപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത്. കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ് ഇരു രാജ്യങ്ങളും ചെയ്തത്. ആ രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനരോഷവും അതുപോലെ തന്നെ ഒരു ദേഷ്യവും വികാരവും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ ഇനി ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് നിൽക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റലി ഒരു പുതിയ തീരുമാനമെടുത്ത് രംഗത്തെത്തിയതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സമ്മർദ്ദങ്ങൾക്ക് ഇനി വഴങ്ങാത്ത കുറച്ച് രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്നതാണ് ഈ ഒരു കാലയളവിൽ നോക്കിക്കാണേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ തീർത്തും അമേരിക്കയും ഇസ്രയേലും വൻ വിനാശത്തിലേക്ക് പോകുമെന്നതാണ് കരുതുന്നത്.